ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻറ്റഗ്രേഷൻ ഡേ 2 അല്ലേ, ഉത്കൃതനം 2ാം ദിവസം പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടില്ലേ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നമുക്ക് നോക്കാം. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് ഇന്നത്തെ എക്സാം മക്കൾക്ക് ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നുള്ള ആദ്യത്തെ പ്രവർത്തനം തന്നെ ടീച്ചർ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് പഠിക്കാനായിട്ട് പറഞ്ഞതായിരുന്നു അല്ലേ? എന്താണ്? പലഹാരമേള അല്ലേ, പലഹാരങ്ങൾ തരംതിരിക്കൂ. അപ്പോൾ അവിടെ ഒരുപാട് പലഹാരങ്ങളുടെ പേരുകൾ മക്കൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മക്കളടുത്ത് എന്താണ് പറഞ്ഞത്? അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനല്ലേ. നോക്കിക്കേ മക്കളെ, ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ച് വെക്കണേ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടോ? ഇതിൽ ഏതൊക്കെയാണ് മക്കളെ നമ്മൾ ആവിയിൽ വേവിക്കുന്നത്? പുട്ട്, നൂലപ്പം, പിന്നെ നമ്മുടെ കൊഴുക്കട്ട, അതുപോലെ തന്നെ ഇലയട അല്ലേ? എല്ലാ കൂട്ടുകാരും ഇത്തരത്തിലല്ലേ എഴുതിയിട്ടുള്ളത്. അടുത്ത നമുക്ക് ചുട്ടെടുക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഏതൊക്കെയാണ് മക്കളെ? പത്തിരി, ചപ്പാത്തി, ദോശ, ഓട്ടടയൊക്കെ എന്താണ് നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലേ? അടുത്തത് നമുക്ക് വറുത്തെടുക്കുന്നവയായിരുന്നു വേണ്ടത്. ഏതൊക്കെയാണ്? പഴംപൊരി, അതുപോലെ തന്നെ അച്ചപ്പം, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ കുഴലപ്പമൊക്കെ എന്താണ് നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടില്ലേ? പിന്നെ നമ്മുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേവിക്കാതെ കഴിക്കാവുന്ന ഏതെങ്കിലും 2 ആഹാര സാധനങ്ങളുടെ പേരെഴുതാനായിട്ട്. അപ്പോൾ ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നോ, മോര്, തൈര് പോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ വേവിച്ചിട്ടല്ല കഴിക്കുക അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രവർത്തനത്തിന് മുഴുവൻ മാർക്ക് മേടിച്ചിട്ടില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് വന്നിട്ടുള്ള മറ്റൊരു പ്രവർത്തനം നോക്കാം. ആമിയും അമ്മയും ഇവർ പറയുന്നത് എന്താണ് എഴുതൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മുടെ ആമിയും അമ്മയും തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ ആമി എവിടെ നിന്ന് തിരിച്ചു വന്നതാണ്? സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതാണ് അല്ലേ? അപ്പം അമ്മയോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാണ്. എന്താണ് അമ്മയടുത്ത് പറഞ്ഞു? സ്കൂളിൽ നിന്ന് പലഹാരമേളയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അമ്മയും ആമിയും തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പൂർത്തീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ അവിടെ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ടല്ലേ, മോളെ എല്ലാവരും പലഹാരം കൊണ്ടുവന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ആമി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? കൊണ്ടുവന്നു അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ അമ്മ ചിലപ്പോൾ ചോദിക്കും, ജാനി എന്താ കൊണ്ടുവന്നത്? അപ്പോൾ അവൾ എന്ത് പറയും? ജാനി പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ 2 പഴംപൊരി കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടായിരിക്കും? നമ്മുടെ ആമി പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു മക്കൾ ആ ഒരു സംഭാഷണം പൂർത്തീകരിക്കേണ്ടത്. എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്തായിരുന്നു നോക്കാം. ഹൂ ഈസ് വിന്നർ? ആരാണ് വിജയി കേട്ടോ. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതിയ കൂട്ടുകാർക്ക് മലയാളത്തിലും പറയാം കേട്ടോ. റൈറ്റ് ദി സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. നോക്കിക്കുക മക്കളെ, അവിടെ നമുക്ക് ആമി, ജാനി, അതുപോലെ തന്നെ മനു ഇവരൊക്കെ കോർത്തിട്ടുള്ള മുത്തുകളുടെ എണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ആമി ഗ്രീൻ എത്രയാണ്? 10 ആണ്, റെഡ് 10 ആണ്, യെല്ലോ 10, വൈറ്റ് 3 അല്ലേ? അപ്പം നമ്മളടുത്ത് ടോട്ടൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, 3 10കൾ ചേർന്നാൽ 30 ആണ്. അതിൻ്റെ കൂടെ ഒരു 3 കൂടി ചേരുമ്പോൾ എത്രയായിരിക്കും മക്കളെ? 33 ആണ് അല്ലേ? അടുത്ത നോക്കിക്കേ, ജാനിയാണ്. ജാനി ഗ്രീൻ 10ഉം റെഡ് എത്രയാണ്? 10 ആണ്, യെല്ലോ 9ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം 2 10കൾ ചേർന്നാൽ 20 ആണ്. അതിൻ്റെ കൂടെ ഒരു 9 കൂടി ചേരുമ്പോൾ 29. അടുത്ത നോക്കിക്കുക മക്കളെ, മനു ഗ്രീന് 10 തന്നെയാണ്, റെഡ് എത്രയാണ്? 10 ആണ് അല്ലേ? യെല്ലോയും എത്രയാണ്? 10 ആണുള്ളത്. എങ്കിൽ എല്ലാം കൂടി ചേർത്താൽ എത്ര കിട്ടും മക്കളെ? 13 എന്ന് കിട്ടും അല്ലേ? ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. ഹൂ ഈസ് ദി വിന്നർ? ആരാണ് ഇതിലെ വിജയ് എന്നതാണ് അല്ലേ? ആരാണ് മക്കളെ? നമ്മുടെ ആമിയാണ് അല്ലേ? അവൾക്ക് 33 എണ്ണം ഉണ്ട്. അടുത്ത നോക്കിക്കേ, ഹൂ ത്രെഡഡ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ്? ആരാണ് ഏറ്റവും കുറവ് എണ്ണം കോർത്തിട്ടുള്ളത്? ആരാണ്? ജാനിയാണ് അല്ലേ? 29 എണ്ണേ കോർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു ആക്ടിവിറ്റിക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടില്ലേ? ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കൂട്ടുകാർക്ക് നാളെയുള്ള പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ടീച്ചർ ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9, ലെറ്റ്സ് വെയർ ബാംഗിൾസ്. അതായത് വളകൾ അണിയിക്കാമെന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? ഇൻ വിച്ച് വേസ് ക്യാൻ വി വെയർ 11 ബാംഗിൾസ്
ഓൺ 2 ഹാൻഡ്സ്, അതായത് 2 കൈകളിലായിട്ട് 11 വളകൾ ഇടണം. അപ്പം നമുക്ക് പല തരത്തിലിട്ടൂടെ? ഓക്കെ മക്കളെ, അപ്പം അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇടാൻ പറ്റുക എന്നുള്ളത് മക്കളുടെ താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിളിൽ എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, നമ്മുടെ ആമി എങ്ങനെയാണ് ഇട്ടത്? അവളുടെ റൈറ്റ് ഹാൻഡിൽ 6 വളകളും ലെഫ്റ്റ് ഹാൻഡിൽ 5 വളകളാണ് അല്ലേ. 6ഉം 5ഉം ചേർന്നാൽ 11 നമുക്കറിയാം. അടുത്ത നോക്കിക്കേ മക്കളെ, നമ്മുടെ ജാനി പിന്നെ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരുടെയും പേരുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയൊക്കെയായിരിക്കും 11 വളകൾ 2 കൈകളിലാക്കി ഇട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ട് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുള്ളത്? എന്തായാലും നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ടോട്ടൽ 11 എന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ടീച്ചർ ഇവിടെ എന്ത് ചെയ്യുക, ഒരു മോഡൽ കൊടുക്കുക കേട്ടോ. നോക്കിക്കേ, ജാനി 10ഉം 1ഉം ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 11ആയി. മനു 9ഉം 2ഉം എത്രയാണ് മക്കളെ? 11ആണ്. റാണി 8ഉം 3ഉം അതും 11ആണ് ആൻസർ വരിക അല്ലേ. റയാൻ 7ഉം 4, ജാൻസി 6ഉം 5ഉം. അപ്പോൾ ഇത്തരത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, അത് പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ഇൻറ്റഗ്രേഷൻ ഡേ 3 ഉത്കൃതനം 3-ാം ദിവസം പരീക്ഷയ്ക്ക് തയ്യാറാവുക. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയിട്ട് വരാം കേട്ടോ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.